ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നെക്സ്റ്റ് പാർട്ട് ഓഫ് ഹിമാചൽ വ്ളോഗ്. ഇന്ന് നമ്മൾ മണാലിയോട് യാത്ര പറയുകയാണ്. മണാലി 2 ദിവസം നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് റൊത്താങ് വാലിയൊക്കെ പോയി കഴിഞ്ഞ് നമ്മളിത് റൊത്താങ് പാസ് ഒക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കസോളിന് വിടുവാണ്. അപ്പോൾ ഇവിടെ അടുത്ത് ബസ് സ്റ്റാൻഡുണ്ട്, മണാലി ടൗണിൽ തന്നെ ബസ് സ്റ്റാൻഡുണ്ട്. ലോക്കൽ ബസ് പിടിച്ചിട്ട് നമ്മൾ നേരെ കസോളിലേക്ക് പോകാം. കസോളിൽ പോയിട്ട് ബാക്കി അവിടുന്ന് കീർഗംഗ, കൽഗ, പുൽഗ ഇവിടെയൊക്കെ പോകണം. അപ്പോൾ നമ്മളിത് ബസ് കയറാൻ പോവാം. നമ്മൾ ലോക്കൽ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഇത് കസോളിലേക്കുള്ള ഡയറക്റ്റ് ബസ്സല്ല, ബൂന്ദർ ഇറങ്ങിയിട്ട് അടുത്ത ബസ്സിൽ കയറണം. ലോക്കൽ ബസ്സിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്. ഇനി ബൂന്ദർ എത്തിയിട്ട് അടുത്ത ബസ് കയറണം. അപ്പോൾ നമ്മൾ കുളുവിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇതാണ് കുളു ഡിസ്ട്രിക്റ്റ്. ഉള്ള ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ബൂന്ദറിലേക്കുള്ള ബസ് കയറും. എന്നിട്ട് അവിടുന്ന് കസോള്. അതോ കണ്ടക്ടർ പറഞ്ഞത് ഡയറക്റ്റ് ഇവിടുന്ന് കസോള് കിട്ടുമെന്ന് എന്തോ പറഞ്ഞു. കാരണം നമ്മൾ ബൂന്ദർ ഒരു ടിക്കറ്റ് ആദ്യത്തെ ബസ്സിലെടുത്ത്, പക്ഷെ നമ്മളെ കുളുവിൽ ഇറക്കിയിട്ട് ബസ് മാറ്റുക. അവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. നോക്കാം. ഇനി ബസ് വന്നു കയറണം. ഇനി ബസ്സാന്ന് തോന്നുന്നു. നോക്കാം. ഇപ്പോൾ നമ്മൾ ബൂന്ദർ ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ബൂന്ദർ ടൗണിൻ്റെ ഒരു വ്യൂ. ബൂന്ദർ ടൗണിലെ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി ഇനിയിപ്പം നേരെ ഇവിടുന്ന് ബസ് എടുത്ത് കസോളിൽ പോയി ഇറങ്ങും. കുഞ്ഞു കുഞ്ഞു ടൗണുകളാണ് ബൂന്ദറും കുളുവും ഒക്കെ. കുളു അത്യാവശ്യം വലിയ ടൗണാണ്, ബൂന്ദർ ചെറിയ ടൗണാണെന്ന് എനിക്ക് തോന്നുന്നത്. കണ്ടിട്ട് ഇനിയിപ്പം പുറകോട്ട് വല്ലതും കിടപ്പുണ്ടോയെന്ന് അറിയത്തില്ല. ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. 10 മിനിറ്റിൽ ബസ് എടുക്കും. ഗൈസ്, അപ്പോൾ നമ്മളിതേ കസോള് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത ഫീല്, അടിപൊളി ഫീല്. എനിക്കൊരു പാരഡൈസിൽ വന്ന് ഇറങ്ങിയൊരു ഫീല്. നല്ല വ്യൂ, നല്ല ക്ലൈമറ്റ്, നല്ല ചിൽ ക്ലൈമറ്റ്. വിഷ്വലൊക്കെ ലൈക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഹെവൻലി ഫീൽ തോന്നുന്നു ഇവിടെ നിന്ന് ഇറങ്ങി കാല് കുത്തിയപ്പോൾ തന്നെ. ഇങ്ങോട്ടുള്ള വഴി ഫുൾ ഓഫ് റോഡും കാര്യങ്ങളും, ഓഫ് റോഡല്ല മീൻസ് ഹില്ലി റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്ന് ഇറങ്ങി ഇതേ ഇപ്പം നല്ല അടിപൊളി. ഞങ്ങൾ പക്ക കസോൾ ടൗണിലത്. അവിടെ മഞ്ഞിൻ്റെ പർവ്വതങ്ങൾ, ആ ഒരു വ്യൂ ഉണ്ടോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അപ്പം നമ്മൾ കസോളിൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഷോർട്ട് ട്രക്കിന് ഇറങ്ങിയതാണ്. ചലാൽ വാലി എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് നമ്മൾ ട്രക്ക് ചെയ്ത് പോവാം. കസോളിൽ നിന്ന് 1.5 മണിക്കൂറേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ കുറച്ച് ലേറ്റായി, അതുകൊണ്ട് ഇരുട്ടായി രാത്രിയിൽ. പക്ഷെ എന്തായാലും ഇന്ന് ട്രക്ക് ചെയ്തിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്തു. എന്നിട്ട് കസോളിലാണ് ഇന്ന് സ്റ്റേ. ഇതാണ് വാലിയിലേക്കുള്ള റൂട്ട്. ഇരുട്ടായം കൊണ്ട് കാണാൻ കുറച്ച് പാടാണ്. ഇത് കസോളിലേക്കുള്ള വ്യൂ. എവിടുന്ന് ഈ വഴി അങ്ങ് പോയാലാണ് ട്രക്കിംഗ്, ഹാഫ് അവർ ട്രക്കിംഗ്. ചലാൽ വാലി നടന്ന് നമ്മൾ സ്പോർട്സ് ക്ലബ്ബ് എന്നൊരു ക്ലബ്ബിലെത്തി. പക്ഷെ ഇവിടെ ആരും ഇല്ല. എല്ലാവരും ഓഫീസും വല്ലതാണോ, ആരും കാണുന്നില്ല. ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇങ്ങോട്ട് ചലാൽ വാലിയിൽ നിന്ന് 2 വില്ലേജുള്ളത്. അത് അത്യാവശ്യം നടക്കാറുണ്ട് 4 മണിക്കൂർ. ചലാൽ വാലി ഈ ഒരു വർക്കല വൈബാണ്. എല്ലായിടത്തും ലൈറ്റ് കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു വർക്കല വൈബാണ്. ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ കസോളിലെ നൈറ്റ് സ്റ്റേ കഴിഞ്ഞ് ഇറങ്ങുക. ഇനി നമ്മൾ നേരെ മണികരൺ പോകുന്നു. മണികരൺ പോയിട്ട് അവിടുന്ന് നമ്മൾ മണികരണിലെ ഗുരുദ്വാരയിലൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ
ബർഷിനി പോകും. ഇപ്പോൾ കസോളിൽ നിന്ന് നമ്മൾ ഇറങ്ങി നേരെ ബസ് കയറി ഇതേ മണികരണിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഗുരുദ്വാരയിലും ഒരു ശിവൻ്റെ അമ്പലമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒന്ന് പോയിട്ട് നമ്മൾ ബർഷീനിലേക്ക് ട്രക്കിങ്ങിനായിട്ട് പോകും. ഇതാണ് സ്ഥലം മണികരൺ. ഇവിടെ നമ്മുടെ ചങ്ങായിമാർ ഫുഡ് കുക്ക് ചെയ്യാനുള്ള പരിപാടിയാ. ആ മുട്ടയല്ലേ, മുട്ട പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയതും ബ്രെഡും ന്യൂട്ടല്ലേ അല്ലേ. നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഫുഡ് കുറച്ച് എല്ലായിടത്തും കഴിക്കുന്ന അത്ര ശരിയാവുന്നില്ല. അപ്പം നമ്മൾ കൂടുതലും മുട്ടയും ബ്രെഡും അങ്ങനത്തെ ലൈറ്റ് ഫുഡ്, ന്യൂട്ടല്ല ബ്രെഡ് കൂട്ടി കഴിക്കുന്നതാണ് നല്ലത്. അപ്പം അത് നോട്ട് ചെയ്യുക, എല്ലാവർക്കും ഡൈജഷൻ എളുപ്പമാണെന്നില്ല. എന്നാ രസമല്ലേ വ്യൂ, രക്ഷയില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരത്തെ മണികരണിലെ ഗുരുദ്വാരയിലോട്ട് വരിക. ഇതാണ് മണികരണിലെ ഗുരുദ്വാര. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഗുരുദ്വാരയിലേക്ക് വരിക. ഇതാണ് മണികരണിലെ ഗുരുദ്വാര. എല്ലാവരും ഡിവോട്ടീസാണ്. ഇവിടെ ഫ്രീ ഫുഡും ഫ്രീ സ്റ്റേയും ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഗുരുദ്വാരയുടെ അകത്തുനിന്നുള്ള ഫുഡ് കഴിക്കുക. കിട്ടുന്ന ഫ്രീ ഫുഡാണ് ചോറും റൊട്ടിയും ഡാലും ഒക്കെ. നമ്മളകത്ത് പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് കയറി പ്രാർത്ഥിച്ചു. അവിടെ സെൽഫി ഒന്നും എടുക്കലെന്നൊരു ബോർഡ് കണ്ടു, അതാ പിന്നെ ഫോൺ എടുക്കാത്ത. ഇനി ഇവിടുന്ന് ഫ്രീ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും. ഗുരുദ്വാരയിൽ നിന്ന് നമ്മൾ ഇറങ്ങി നമ്മൾ തിരിച്ച് മണികരൺ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തേക്ക് പോവുക. അവിടുന്ന് നല്ല ടാക്സി വല്ലതും വിളിച്ച് വേണം ബർഷനിലേക്ക് പോകാൻ. ഇവിടെ വന്നെന്നുള്ള പ്രൂഫിനും അങ്ങനെ എല്ലാം സിംബലൈസേഷൻ വല്ലതും ആയിരിക്കും. എന്തോ സാധിക്കാൻ വേണ്ടിട്ടോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിന്റെ സംഭവം കൂട്ടുന്ന പരിപാടി അവിടെ കേട്ടിട്ടുണ്ട്. രണ്ട് സൈഡിലുണ്ട്. അവിടെ കുറഞ്ഞ അതെ, സിംഗിളായെല്ലാം മിങ്കിളാവട്ടെ പോട്ടിട്ട്. നമുക്ക് എന്തായാലും ഇന്ന് ടാക്സി പിടിച്ച് ബർഷനിലേക്ക് പോവാം. അവിടെ വെച്ച് അടുത്ത പ്ലാൻ ഇടാം. ലെറ്റ്സ് ഗോ. ടാക്സി കയറി ദേ ബർഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നല്ല കിള്ളം വ്യൂ. 15 കിലോമീറ്ററാണ് മണികരണിൽ നിന്ന് ബർഷനിലേക്കുള്ള ദൂരം. നമ്മളൊരു ഷെയർ ടാക്സിയിൽ കയറിയിട്ടുണ്ട്. 15 കിലോമീറ്റർ ഈ റൂട്ടിൽ പോകണം. അത് കഴിഞ്ഞ് ബർഷിനിയാണ് ട്രക്കിങ്ങിൻ്റെ സെൻട്രൽ സ്പോട്ട്. അവിടുന്ന് പല സ്ഥലത്തേക്കും പല ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ബർഷിനിയിൽ വന്നിറങ്ങി. ബർഷിനി വന്നിറങ്ങിയിട്ട് നേരെ നമ്മൾ ആദ്യം ഒരു സ്റ്റേ എടുത്തു. 1000 രൂപ പറഞ്ഞ് നമ്മൾ വില വേസ്റ്റ് ചെയ്ത് 500 എടുത്തു. 500 കിട്ടും ഇവിടെ സുഖമായിട്ട്. നമ്മൾ 3 പേരുണ്ട്. അപ്പോൾ നമ്മൾ 3 പേർക്ക് 500 ഡീസൻ്റാണ്. കാരണം നമ്മൾ ആകെ കിടക്കാനും ഒന്ന് ഫ്രഷ് ആവാനും മാത്രം റൂമിൽ വരുന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് ബർഷിനി ഇപ്പോൾ നടക്കുക. ഇനിയിപ്പം ലെഫ്റ്റ് സൈഡിലാണ്, ഈ സൈഡിലേക്ക് എവിടെയാണ് ടോഷ്. ആ കാണുന്നത് 3 വില്ലേജസ്. ഇപ്പം 3 വില്ലേജസ് ഉണ്ട്. അതാണ് കൽഗ, പുൽഗ, തുൽഗ. ഉണ്ടോ? അപ്പോൾ നമ്മൾ കൽഗ വില്ലേജ് എത്താറായി. ബർഷിനിൽ നിന്ന് ട്രക്ക് ചെയ്ത് ഒരു മല പോലത്തെ സംഭവം ഒക്കെ ക്ലൈംബ് ചെയ്ത് നമ്മളിത് കൽഗ എത്താറായി. ഇതാണ് ടോപ്പിലത്തെ ഒരു വ്യൂ. നല്ല അടിപൊളി വ്യൂ ആണ്. താഴെ ഡാമുണ്ട്, കാണുന്ന ഡാമാ. നമ്മൾ കൽഗ എത്താറായി. ഇതായിട്ടുള്ള റൂട്ട് കാണിക്കാൻ നമുക്കൊരു പട്ടിക്കുട്ട കിട്ടിയിട്ടുണ്ട്. പുള്ളിയാണ് ഇതുവരെയുള്ള വഴിയെല്ലാം കാണിച്ചു തന്നെ. പുള്ളി പോവാ ആടാ, പുള്ളി പോയി. ഇന്നിപ്പോൾ ബാക്കി റോഡ് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ചേച്ചാ തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ഗൈഡ് ചെയ്യാമെന്നുള്ള ഗേറ്റ് വരുന്നു വന്നു. അമ്മൻ തിരിച്ചു വന്നു. നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലോട്ട് ഓടിക്കൊണ്ടിരിക്കുക. വില്ലേജിൻ്റെ അകത്തെ കൂടെ നടന്നപ്പോൾ കുറേ ആപ്പിളുകളൊക്കെ തൂങ്ങി കിടക്കുന്നു. നല്ല ഫ്രഷ് ആപ്പാന്ന് തോന്നുന്നു. ഈ വീട്ടിലെത്തി അതും കൂടി എടുക്കാൻ പറ്റുന്ന തരത്തിൽ പക്ഷെ കണ്ടിട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇതാണ് നമ്മളെ കൽഗ വില്ലേജ്. ഇതിങ്ങനെ ഫുള്ള് ആപ്പിളും തോട്ടങ്ങളാണ് സംഭവം എന്ന് വെച്ചാൽ. പിന്നെ കുറേ ചെറിയ ചെറിയ വീടുകൾ, കഫേകൾ, ജസ്റ്റ് ചിന്ന ഏരിയ. പക്ഷേ ഓഫ് സീസൺ ആയതുകൊണ്ട്
ആപ്പിളൊക്കെ കഴിഞ്ഞു 1-2 വർഷം കാണുന്നുണ്ട് അല്ലേ? ആപ്പിൾ നീ പുൽകയല്ലേ? പുൽക പോവാം. ഓ ആദ്യം നോക്കി തുലുക്കം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് നേരെ പുൽക പോകാം. അവിടെ അതിനൊക്കെ ഉണ്ടോ ആപ്പിളുണ്ടോ? അപ്പോൾ നമ്മൾ കൽഗയിൽ നിന്ന് ഇറങ്ങി ഈ റോഡ് വഴി പുൽക പോവുക. ഈ റോഡ് താഴെ കൂടെ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അവിടെ കയറി കഴിഞ്ഞാൽ പുൽകെത്തി. പുൽകയിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ പുൽക വില്ലേജിലെത്തി. പുൽക വില്ലേജിലൊരു വ്യൂ ഉണ്ടോ? അവിടെ മഞ്ഞൊന്നും ഇല്ലാത്ത മല, മേഘത്തിലുള്ള മല, ഗ്രീൻ. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് വരുമ്പോൾ മഞ്ഞുള്ള മല. എന്നാലേ അടിപൊളി നേച്ചർ, എല്ലാം നല്ല അടിപൊളി വില്ലേജ്. പുൽക വില്ലേജ് കൊള്ളാം. കൽഗയും പുൽകയും എല്ലാം അടുത്തടുത്താണെങ്കിലും രണ്ടും ഭയങ്കര ഡിഫറൻസ് തോന്നുന്നുണ്ട്. ലൈക്ക് രണ്ടും ഒരേ ലേ ഔട്ടല്ല, ഡിഫറെൻറ്റ് രീതിയിലാണ് ഒരു ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ ഒരു രക്ഷയില്ല, എണ്ണ സ്ഥലം. ഇവിടുത്തെ വീടുകളൊക്കെ പണിയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. മെറ്റലും സിമെൻറ്റും കല്ലും ഒക്കെ കൊണ്ടുപോവുക. ഇതാണ് പീക്ക് പുൽക വില്ലേജിൻ്റെ നടുഭാഗം. ഇവിടെ ചെമ്മരിയാട് പോകുന്നുണ്ട്, രസമുണ്ട്. ഗൈസ്, അപ്പം കൽഗയും കഴിഞ്ഞു, പുൽകയും കഴിഞ്ഞു. നമ്മൾ നടുക്കുള്ള വില്ലേജായ തുൽകയിലെത്തി. ഇനിയിപ്പം ലേറ്റായി, സമയം 6 മണിയാവാൻ 20 മിനിറ്റ്. അപ്പോൾ ഇവിടെ നേരത്തെ ഇരുട്ടാവും. ആ ഒരു വ്യൂ ഒക്കെ നോക്കിയാ ഒരു അടിപൊളി സൂപ്പർ വ്യൂ ഉണ്ട്. ആ മല ഫുൾ മഞ്ഞ് പോലെ കിടക്കുക. ഒരു രക്ഷയില്ല. ഇതിപ്പോൾ ഇവിടെ ആണെങ്കിലും അടിപൊളി വ്യൂ ആ. ഇപ്പം നമ്മളിന്ന് ഉച്ചയ്ക്ക് അതെ. അപ്പം തുൽകയും കൂടെ കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഡേ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നേരെ ബർഷിനി ചെല്ലുക, രാത്രി ഫുഡ് കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റേ ചെയ്യുക. അപ്പം താങ്ക് യു ഗൈസ്, സീ യു ടുമോറോ. എല്ലാവർക്കും ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഒരു കഴിക്കാൻ